തൃശൂർ ശ്രീ വടക്കുന്നാഥൻ ക്ഷേത്രത്തിലെ ഗജപൂജയ്ക്കും ആനയൂട്ടിനുമുള്ള ഒരുക്കങ്ങൾ തകൃതി. സജ്ജീകരണങ്ങൾക്ക് പ്രതിസന്ധിയായി നാളികേര ലഭ്യത കുറവ്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും കൂടാതെ 8 വർഷത്തിനു ശേഷം ഗജപൂജ വിപുലമായി സംഘടിപ്പിക്കുന്നു എന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. ഇതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് നടക്കുന്നത്. ഇതിനൊപ്പം ആനയൂട്ടിനും ഭക്തർക്കുള്ള പ്രസാദം തയ്യാറാക്കാനും എല്ലാം കൂടി ആകെ 12008 നാളികേരമാണ് ആവശ്യമായിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഇതിനെല്ലാം ആവശ്യമായ നാളികേരം ഭക്തർ സമർപ്പിക്കുമായിരുന്നു. പോരാതെ വരുന്നത് പിന്നീട് ശേഖരിക്കുകയുമായിരുന്നു പതിവ്. എന്നാൽ ഇക്കുറി നാളികേരത്തിന്റെ വില കുത്തനെ വർദ്ധിച്ചതോടെ ലഭ്യത കുറഞ്ഞു. പോരാത്തതിന് പുതിയ ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾക്ക് ഒരുക്കങ്ങൾക്കാവശ്യമായ സമയം ലഭിക്കാത്തതും പ്രതിസന്ധിയായി മാറി. എന്നിരുന്നാലും ഇതുവരെ 5000-ഓളം നാളികേരം ഭക്തരുടെ സമർപ്പണത്തിലൂടെ ലഭിച്ചു. 4 ദിവസങ്ങൾക്കപ്പുറം നടക്കുന്ന ആനയൂട്ടിനായി ഇനിയും വേണം 7000-ഓളം നാളികേരം. അടുത്ത ദിവസങ്ങളിൽ ഇത് ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് സമിതിക്കുള്ളത്. ഇപ്പോൾ നാളികേരത്തിൻ്റെ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കേരളത്തിൽ നാളികേരം പൊതുവെ കുറവാണ് കിട്ടുന്നത്. ഉള്ള തെങ്ങിൽ തന്നെ നാളികേരം കുറവാണ്. അപ്പോൾ 10 നാളികേരം ഒക്കെ കൊണ്ടുവന്നിരുന്ന വീട്ടുകാർ ഇപ്പോൾ 3-4 നാളികേരത്തിൽ ചുരുക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി 6000-ഓളം നാളികേരം വന്നിട്ടുണ്ട്, ടോട്ടലായിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത്. ബാക്കിലൂടെ കിട്ടുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം വലിയ തുകയ്ക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ഗതികേടിലാകും സംഘാടകർ. ഇതിനായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സഹായവും തേടും. അതേസമയം ലഭ്യമായ നാളികേരങ്ങൾ സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കി തുടങ്ങി. ദേവസ്വവും പോലീസും എല്ലാവരുമായി ഏകോപിപ്പിച്ച് മറ്റൊരുക്കങ്ങളും മുന്നോട്ട് പോവുകയാണ്. പർച്ചേസുകളും സാധനങ്ങളെല്ലാം നമ്മളെല്ലാം ഓർഡറുകളെല്ലാം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം 15-നോട് കൂടി തന്നെ നമ്മുടെ ഇവിടെ എത്തും. പിന്നെ ആനകളാണെങ്കിൽ ഒരു 50 ആനകളോളം ഇപ്പോൾ നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. സമയക്കുറവുണ്ടെങ്കിലും നമുക്ക് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർക്കാരുടെ സ്വന്തം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇവന്റ് ആണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് വലിയ വിജയമായിരിക്കും, വലിയ രീതിയിലുള്ള ആളുകൾ എത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. വ്യാഴാഴ്ച നടക്കുന്ന ആനയൂട്ടിൽ 60-ൽ പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗജപൂജയ്ക്കും ആനയൂട്ടിനുമായി ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. ഗജവീരന്മാരുടെ വരവിനായി കാത്തിരിക്കുകയാണ് പൂരനഗരി. ക്യാമറമാൻ പ്രവീൺ പ്രകാശിനൊപ്പം അബ്ജിത്ത് തലച്ചറ, TCV.